ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. വയനാട്ടിൽ പോയിട്ട് പോലുമില്ല. ഒരു തരത്തിലുള്ള പുനരധിവാസ പ്രവർത്തനങ്ങളും അവിടെ നടക്കുന്നില്ല. പരിതാപകരമായ അന്തരീക്ഷമാണ്. ഇതെല്ലാം ആരംഭശൂരത്വം മാത്രമായിരുന്നു എന്ന് കാണിക്കുന്ന രീതിയിലാണ് ഈ മുണ്ടകയിലെയും ചൂരൽമലയിലെയും ദുരിതം. അടിയന്തരമായി അവർക്ക് പുനരധിവാസം ഒരുക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. ഞങ്ങൾ പറഞ്ഞു വന്ന് മൈക്രോ ഫാമിലി പാക്കേജ് വേണം. അതുൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ ചെയ്യാൻ ഗവൺമെൻറ് ബാധ്യസ്ഥമാണ്. ഗവൺമെൻറ് അത് ചെയ്തിട്ടില്ല എന്നത് വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ്. നമ്മളെ ഈ കാര്യത്തിലുള്ള സമീപനം ഞങ്ങൾ ആലോചിക്കേണ്ടി ഇരിക്കണമെങ്കിൽ പ്രിയങ്ക ഗാന്ധിയുടെ വിജയം വർഗീയ ശക്തികളുടെ പിന്തുണയാണ് എന്ന് ഇന്നലെ വിജയരാഘവൻ പറഞ്ഞല്ലോ. അത് CPM-ന്റെ ഒരു പൊതു നിലപാടായി കണക്കാക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് BJP ലൈനിൽ തന്നെയാണോ CPM? ഇതാണല്ലോ CPM-ന്റെ ലൈൻ. ഇതാണ് CPM കഴിഞ്ഞ കുറേ നാളുകളായി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ തീരുമാനങ്ങളാണ് എടുക്കുന്നത്. 4,10,000 വോട്ടിന് ജയിച്ച പ്രിയങ്ക ഗാന്ധി തീവ്രവാദികളുടെ വോട്ട് കൊണ്ടാണ് ജയിച്ചതെന്ന് ഈ വിജയരാഘവൻ അല്ലാതെ വേറെ ആരുടെങ്കിലും നാവിന് ഇത് വരുമോ? ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു ട്രോള് കണ്ടു. വിജയരാഘവൻ UDF-ന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ട്രോള് കണ്ടു. സത്യത്തിൽ അതല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വഴി കൂടി പോണവൻ നടന്നു പോയാൽ പോരെ, കാറിൽ പോയി അമ്മായിയമ്മയെ കാണാൻ പോവാണെന്നുള്ള ചോദ്യം ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ്. അവിടെ പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്ത എല്ലാ വിഭാഗം ജനങ്ങളും വോട്ട് ചെയ്യാതെ ഒരാൾ പാർലമെന്റിലേക്ക് 4,10,000 വോട്ടിന് ജയിക്കുക. എന്നിട്ട് തീവ്രവാദികളാണ് വോട്ട് ചെയ്തത് എന്ന് പറഞ്ഞ് അവിടെ സംഘപരിവാറിനെ സന്തോഷിപ്പിക്കുക. ഡൽഹിയിൽ ഇത് തന്നെയാണ് സംഘപരിവാർ അവിടെ ആവർത്തിക്കാൻ പോകുന്നത്. സംഘപരിവാറിന് ഒരു ആയുധം കൊടുത്താണ് സംസാരിക്കാൻ വേണ്ടിയിട്ട്, പ്രിയങ്ക ഗാന്ധിക്കെതിരായി, രാഹുൽ ഗാന്ധിക്കെതിരായി സംസാരിക്കാൻ. ഈ വിജയരാഘവൻ അല്ലാതെ ലോകത്ത് ആർക്കെങ്കിലും പറയാൻ പറ്റും? അപ്പോൾ എന്തും പറയാൻ വേണ്ടിയിട്ട് CPM-ഉം പിണറായി വിജയനും വിജയരാഘവനെ പോലുള്ള ആളുകളെ ഉപയോഗിക്കുകയാണ്. അപ്പോൾ ആ സംഘപരിവാർ അജണ്ടയാണ്. സംഘപരിവാറിനെ പോലും നാണം കെടുത്തുന്ന രീതിയിലാണ് CPM ഇപ്പോൾ വർഗീയ പ്രചരണം നടത്തുന്നത്. ഞങ്ങളിത് മുൻകൂട്ടി പറഞ്ഞല്ലേ? കേരളത്തിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു ഭൂരിപക്ഷ വർഗീയ പ്രീണനമാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതെല്ലാം രീതിയിൽ സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാൻ പറ്റും, സംഘപരിവാറിനെ എതിരാക്കാതിരിക്കുക, നിരവധി കേന്ദ്ര ഏജൻസികളുടെ കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സംഘപരിവാറിനെ സന്തോഷിപ്പിക്കുന്ന വർത്തമാനമാണ്. അതുതന്നെയാണ് മുഖ്യമന്ത്രി നോർത്തിലെ ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പ് 4 ദിവസം മുമ്പ് ഹിന്ദു ദിനപത്രത്തിന് അഭിമുഖം കൊടുത്തുകൊണ്ട് നടത്തിയത്. ഇത് തന്നെയാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി PR ഏജൻസി എല്ലാ നാഷണൽ ഡൽഹിയിൽ കൊടുത്ത വാർത്ത ഇത് തന്നെയാണ്. അതായത് സംഘപരിവാർ വർഷങ്ങളായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഇപ്പൊ CPM-ന്റെ നാവിലൂടെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. അത് ഞാൻ ഇന്നലെ കൃത്യമായിട്ട് പറഞ്ഞതല്ലേ? കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആളുകളെ വിമർശിക്കുന്ന ആളാണ്. ഞാൻ വിമർശനത്തിന് അതീതനല്ല. എന്നെ വിമർശിക്കാൻ സാമുദായിക നേതാക്കന്മാർക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും എൻ്റെ പാർട്ടിയിൽപ്പെട്ടവർക്കും ഒക്കെ സ്വാതന്ത്ര്യമുണ്ട്. പാർട്ടിയിൽപ്പെട്ടവർ പാർട്ടി വേദിയിൽ പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ആളുകൾക്കൊക്കെ പൊതുവായി വിമർശിക്കാൻ, എൻ്റെ ഭാഗത്തു നിന്ന് തെറ്റ് തിരുത്തേണ്ടതുണ്ടോ എന്ന് ഞാൻ പരിശോധിച്ച് ഞാൻ തെറ്റ് തിരുത്തും. അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് യാതൊന്നും പറയാനില്ല. അല്ല അതൊക്കെയല്ല ഞാൻ പറഞ്ഞത്. ആര് പറഞ്ഞാലും ആർക്കും സ്വാതന്ത്ര്യമുണ്ട്. മധുരേ, ആർക്ക് സ്വാതന്ത്ര്യമുണ്ട്. നമ്മളൊക്കെ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ വിമർശനം കേട്ടാൽ അസ്വസ്ഥരാവരുത്. വിമർശനം കേട്ടാൽ വിമർശനത്തിൽ കണ്ടന്റ് ഉണ്ടോ, വിമർശനത്തിൽ കാര്യമുണ്ടോ എന്ന് പരിശോധിച്ച് നമ്മളെന്ന് പെർഫെക്റ്റ് ആയിട്ടുള്ള ആളുകളാണ്, 100% പൂർണ്ണതയുള്ള ആളുകളാണ്. അപ്പം ഞാനും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ പിന്നെ സമീപകാലത്ത് എവിടെയെങ്കിലും നമുക്ക് എന്തെങ്കിലും സ്ലിപ്പ് പറ്റിയിട്ടുണ്ടോ, നാവിൽ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കുകയാണ്. ഞാൻ പരമാവധി നമ്മളെല്ലാം സ്വയം നവീകരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. നമ്മുടെ സ്വഭാവത്തിന്, നമ്മുടെ രീതികൾക്ക് ഒക്കെ നമ്മൾ മാറ്റം ഉണ്ടാക്കിക്കൊണ്ടിരിക്കേണ്ടത് എപ്പോഴും. അല്ലാതെ നമ്മൾ പിടിച്ചതാണ് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന ഒരു രീതി ശരിയല്ല. പ്രത്യേകിച്ച് നേതൃസ്ഥാനത്ത് ഇരിക്കുന്ന ആളുകൾ. എനിക്ക് ഒറ്റ അസൈൻമെൻ്റേ ഉള്ളൂ. അത് ദേശീയ നേതൃത്വവും കേരളത്തിലെ കോൺഗ്രസ് MLA-മാരും കൂടി നേതൃത്വം കൂടി ഏൽപ്പിച്ച അസൈൻമെൻറ്റാണ്. അത് കേരളത്തിലെ UDF-നെ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നാണ്. ഞാൻ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് അതിനുവേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് പല രീതിയിലും ഉണ്ടാവും.
അതായത് നടന്നോട്ടെ, അതൊരു വശത്ത് നടന്നോട്ടെ. അതൊന്നും ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ ബാധിക്കില്ല. ഞങ്ങളെല്ലാവരെയും, എല്ലാ മത ജാതി വിഭാഗങ്ങളെയും സമുദായങ്ങളെയും സാധാരണ മനുഷ്യരെയും ഇതൊന്നും ഇല്ലാത്ത ആളുകളെയും എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് 2021 UDFിൻ്റെ കൂടെ ഇല്ലാതിരുന്ന ഒരുപാട് വിഭാഗങ്ങൾ ഈ 2024 ആയപ്പോൾ ഞങ്ങളോടൊപ്പം തിരിച്ചു വന്നിട്ടുണ്ട്. പണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളാണ്. പല കാരണങ്ങൾ കൊണ്ട് ഞങ്ങളിൽ നിന്ന് അകന്നുപോയ ഒരുപാട് ആളുകളെ ഞങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അത്ഭുതകരമായ മാറ്റം, വിസ്മയകരമായ മാറ്റം 2026 ഉണ്ടാവും. ഞങ്ങളെല്ലാം അതിൻ്റെ തീക്ഷ്ണമായ യത്നത്തിൻ്റെ പണിപ്പുരയിലാണ്. കഠിനാധ്വാനമാണ് ഞങ്ങളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാരെങ്കിലും വിളിച്ച് തിരുത്താവുന്നത്. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഒന്നും കിട്ടാത്തതുകൊണ്ട്, എല്ലാവർക്കും ആഘോഷിക്കാൻ വേണ്ടി എൻ്റെ കയ്യിൽ നിന്ന് ഒന്നും കിട്ടാത്തതുകൊണ്ട് എൻ്റെ ബോഡി ലാംഗ്വേജിനെ പറ്റി പറയാം. പിന്നെ NSSനെ ഞാൻ പുകഴ്ത്തി പറഞ്ഞു എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത ഇന്നലെ ഇല്ല. ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം, NSSനെ കുറിച്ച് പറഞ്ഞ കാര്യം ഞാൻ 2022 2023 പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ഞാൻ അയച്ചുതരാം. ഞാൻ ഇന്നലെയാണോ NSSനെ പുകഴ്ത്തി പറഞ്ഞത്? NSS എടുത്ത വർഗീയതയ്ക്കെതിരായ അതിശക്തമായ നിലപാട് VD സതീശൻ ആദ്യമായിട്ട് ഇന്നലെ അല്ല പറയുന്നത്, 2022 2023 പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്നലെ പല ചർച്ചകളിലും കണ്ടു. ഞാൻ പെട്ടെന്ന് ലൈൻ മാറ്റി പെട്ടെന്ന് ഇക്കാര്യം പറഞ്ഞു ഇങ്ങനെ ഇറങ്ങിയെന്ന്. ഞാൻ അങ്ങനെ പെട്ടെന്ന് ലൈനൊന്നും മാറ്റുന്ന ആളല്ല. മാറ്റണമെങ്കിൽ എനിക്ക് കൺവിക്ഷൻ വേണം, ബോധ്യം വേണം. ഇത് ഞാൻ 2022 2023 പറഞ്ഞ കാരണം അതാരും പറയാത്ത പോയിന്റാണ്. എല്ലാ ഹൈന്ദവ സംഘടനകളെയും സംഘപരിവാർ വിഴുങ്ങാൻ ശ്രമിച്ചപ്പോൾ അതിനെ പ്രതിരോധിച്ച് നിന്ന നേതൃത്വമാണ് NSSനുള്ളത്. ഞാൻ അവരെ അന്നും അഭിനന്ദിച്ചിട്ടുണ്ട്. അത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് അവരെടുത്ത നിലപാട് അത് ഞാൻ 2022 2023 പറഞ്ഞിട്ടുണ്ട്. എന്നാലും നിങ്ങൾ ചോദിച്ചപ്പോൾ എന്നോട് എനിക്ക് NSSുമായിട്ട് വല്ല എതിർപ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇത് ആവർത്തിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അല്ല, നമ്മൾ നോക്കട്ടെ എന്താണ് വരുന്നത് എന്നുള്ള ഔദ്യോഗിക സാധനം വരട്ടെ. ഇപ്പോൾ വാർത്തകളല്ലേ വരുന്നുള്ളൂ. ഞങ്ങൾ ഇതിൻ്റെ അപ്പുറത്ത് പ്രതീക്ഷിച്ചില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു ഇത് തന്നെ ഇരിക്കുന്നു. എനിക്ക് ആ വാർത്ത കണ്ടപ്പോൾ തോന്നിയത് പിണറായി വിജയനോട് പറയാനുള്ളത് കേരളമാണിത്, ഇത് സ്റ്റാലിൻ്റെ റഷ്യയല്ലേ. ഞാൻ പലപ്പോഴും ആവർത്തിക്കാറുണ്ട്. PSC കുറിച്ചൊരു വാർത്ത കൊടുത്താൽ അതെങ്ങനെയാണ് ഭരണഘടനാ സ്ഥാപനത്തിനെതിരായ വാർത്ത എന്ന് പറയുന്നത്? ഇത് ഭരണഘടനാ സ്ഥാപനമല്ല ഇതെല്ലാം. PSCയിലൊരു തെറ്റാണെന്ന്, PSCയിലെ ഒരു വലിയ ഡാറ്റ അല്ലേ വേറെ ആരോ ഹാക്ക് ചെയ്ത് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതിൻ്റെ വാർത്ത കൊടുത്താൽ അവരെ വിളിച്ച് അഭിനന്ദിക്കണ്ടേ? ആ പത്രപ്രവർത്തകനെ വിളിച്ച് അഭിനന്ദിക്കണ്ടേ? അങ്ങനെ ഒരു വാർത്ത പുറത്തു കൊണ്ടുവന്നത്. അപ്പോൾ ഈ ഡാറ്റ ആരോ കൊണ്ടുവരികയാണ്. ഇത് മഹാരാജ് കോളേജിലെ പരീക്ഷ എഴുതാതെ പാസ്സായി എന്ന SFI നേതാവിനെതിരെ വാർത്ത കൊടുത്തതിൻ്റെ പേരിൽ അഖിലയ്ക്കെതിരായി കേസെടുത്തതുപോലെയാണ്. ഏത് തെറ്റായ വാർത്ത, പരീക്ഷ എഴുതാത്ത ആൾ പാസ്സായി വാർത്ത കൊടുത്തു, അതിന് അവർക്കെതിരായി കേസെടുത്തതുപോലെയാണ് PSCക്ക് സംഭവിച്ചൊരു വലിയ കുഴപ്പം. PSC സൂക്ഷിച്ചു വയ്ക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡേറ്റ അത് ഹാക്ക് ചെയ്ത് ആരോ കൊണ്ടുപോയി മാർക്കറ്റിൽ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ആ വാർത്ത കൊടുത്ത ആളെ അഭിനന്ദിക്കണ്ടേ? അതിന് പകരം കേസെടുത്തത്. ഇത് സ്റ്റാലിൻ്റെ റഷ്യൊന്നുമല്ല, തോന്നിയാസം കാണിക്കാൻ വേണ്ടിയിട്ട്. അതിനെതിരായി ഭയങ്കര ശക്തമായ നിലപാട് സ്വീകരിക്കും. തെറ്റായ നടപടിയാണ്, അത് പിൻവലിച്ചു പോകണം.